സംസ്ഥാനത്തെ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിൽ കൈപൊള്ളി പ്രധാനാധ്യാപകർ. പോഷകാഹാര പദ്ധതി നടത്തിയത് വഴി ലക്ഷക്കണക്കിന് രൂപയാണ് പല ഹെഡ്മാസ്റ്റർമാർക്കും ലഭിക്കാനുള്ളത്. ഉടനടി തുക അനുവദിച്ചില്ലെങ്കിൽ പദ്ധതി നിർത്തിവെക്കേണ്ടി വരുമെന്നാണ് ചുമതലക്കാരായ പ്രധാനാധ്യാപകർ പറയുന്നത്. പുതുവത്സരമെത്തിയിട്ടും സംസ്ഥാനത്തെ സ്കൂളുകളിലെ പ്രധാനാധ്യാപകർക്ക് നല്ല കാലം വന്നിട്ടില്ല. ഉച്ചഭക്ഷണ നടത്തിപ്പിലും പോഷകാഹാര പദ്ധതിയിലെ പാലും മുട്ടയും വിതരണം ചെയ്ത ഇനത്തിലുമായി ലക്ഷക്കണക്കിന് രൂപയാണ് പല പ്രധാനാധ്യാപകർക്കും ലഭിക്കാനുള്ളത്. ഉച്ചഭക്ഷണ ഇനത്തിൽ നോക്കിയാൽ സെപ്റ്റംബറിലെ സംസ്ഥാന വിഹിതം ഇതുവരെ അനുവദിച്ചിട്ടില്ല. ഒക്ടോബർ മാസം മുതൽ 1 രൂപ പോലും നൽകിയിട്ടില്ല. 7 ലക്ഷം രൂപ വരെ കിട്ടാനുള്ളവർ കൂട്ടത്തിലുണ്ട്. ഇത്രയും കാലത്തെ തുക ഒരുമിച്ച് കുടിശ്ശികയാകുന്നത് ആദ്യമായാണ്. കുടിശ്ശിക സംബന്ധിച്ച് പരാതി നൽകുമ്പോൾ നൂൾമിൽ ഓഫീസർമാരും വിദ്യാഭ്യാസ ഓഫീസർമാരും കൈമലർത്തുന്നു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന്റെ സർക്കുലറിലുള്ള മെനു പ്രകാരം ഭക്ഷണം നൽകാൻ പാടുപെടുകയാണ് പ്രധാനാധ്യാപകർ. സെപ്റ്റംബർ മാസത്തിന് ശേഷം സംസ്ഥാനത്ത് ഉച്ചഭക്ഷണ ഇനത്തിൽ തുക നൽകിയിട്ടില്ല. സെപ്റ്റംബർ മാസം തന്നെ സെൻട്രൽ ഷെയർ മാത്രമാണ് അനുവദിച്ചത്, സ്റ്റേറ്റ് ഷെയർ അനുവദിച്ചിട്ടില്ല. ഡിസംബർ മാസം പിന്നിടുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ ഹെഡ്മാസ്റ്റർക്കും ലഭിക്കാനുള്ളത്. ഇത്തരത്തിൽ വലിയ ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഹെഡ്മാസ്റ്റർമാർക്ക് പ്രയാസമാണ്. വിഷയം കോടതി കയറിയിട്ടും സർക്കാർ അതിനെ ഗൗരവമായി പരിഗണിക്കുന്നില്ല എന്ന പരാതിയും അധ്യാപകർക്കുണ്ട്. സാമ്പത്തിക ബാധ്യത സർക്കാരിന് ഏറ്റെടുക്കാൻ കഴിയില്ലെങ്കിൽ പദ്ധതി നടത്തിപ്പ് പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന നിലപാടിലാണിവർ. ഗോപാൽ ശിലാസനൽ, മീഡിയ 1, തിരുവനന്തപുരം.